IPC നാലാമത്തെ സ്റ്റാൻഡേർഡിൻ്റെ ആറാമത്തെ ഒബ്ജക്റ്റീവ് ലെവൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ലെവലാണ്. ഇതൊരു ഓർഗനൈസേഷൻ അഡ്ഹിയർ ടു കിച്ചൺ സാനിറ്റേഷൻ ആൻഡ് ഫുഡ് ഹാൻഡ്ലിംഗ് ഇഷ്യൂസ്. നമ്മുടെ ഹോസ്പിറ്റലിൽ കിച്ചൺ സാനിറ്റൈസേഷൻ്റെ കാര്യത്തിലും ഫുഡൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലും അത് ഇൻഹൗസ് ക്യാൻറ്റീൻ മെസ് മാനേജ്മെൻ്റ് ആണെങ്കിലും ഔട്ട്സോഴ്സ്ഡ് ആണെങ്കിലും കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഇൻ്റർനാഷണൽ നാഷണൽ സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യണം. നമ്മൾ പുറത്ത് ഔട്ട്സോഴ്സ് ചെയ്താണ് പലപ്പോഴും നമ്മുടെ ക്യാൻറ്റീൻസ് റൺ ചെയ്യുന്നത്. ചില ഹോസ്പിറ്റലിൽ ഇൻഹൗസ് തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടേത് ഒരു നോ എൻട്രി കിച്ചൺ ആയിരിക്കരുത്. വളരെ കൃത്യമായിട്ട് ഒരാൾ വന്ന് കണ്ടാൽ ഒരു പ്രശ്നമില്ലാത്ത ഫുഡൊക്കെ ഫ്ലോറിൽ വലിച്ചു വാരി ഇട്ട് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലോ ഈച്ചയും പാറ്റയും ഒക്കെ പ്രിപ്പയർ ചെയ്ത ഫുഡിൽ കടന്നു പോകുന്ന ഒരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. നമുക്കിപ്പോൾ ഒരു ട്രാവൽ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഹോട്ടലിൽ കയറി ആഹാരം കഴിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ നീറ്റ്നെസ് വളരെ ശ്രദ്ധാപൂർവം നോക്കാനുള്ള സമയം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ചില വളരെ പ്രശസ്തമായ വെജിറ്റേറിയൻ തമിഴ്നാട് ബേസ്ഡ് കേരളത്തിൽ വർക്ക് ചെയ്യുന്ന ഹോട്ടൽസ് ഉണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിനെ വളരെ കൃത്യമായി ഒന്ന് മോണിറ്റർ ചെയ്തിരുന്നു. അവിടുത്തെ നീറ്റ്നെസ്സിനെ കുറിച്ച് പലരും കിച്ചണിലേക്ക് നമ്മളെ കടത്തിവിടില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിച്ചതിൻ്റെ ബാക്കി ഫുഡ്, പ്രത്യേകിച്ച് ചട്നിയൊക്കെ ആണെങ്കിൽ അടുത്ത ആളുടെ കയ്യിലേക്ക് കൃത്യമായിട്ട് അതേ പ്ലേറ്റോടുകൂടി എടുത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ കൃത്യമായി അത്തരത്തിൽ ഒരു ഗൈഡ് ലൈൻസും അവർ ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് അവർക്ക് അതിനെക്കുറിച്ച് ധാരണയില്ല. പക്ഷെ നമ്മൾ ഹോസ്പിറ്റലാണ്, ഡിസീസിനെ കൈകാര്യം ചെയ്യുകയാണ്. നമുക്കറിയാം ഇത് എത്രമാത്രം ഹെൽത്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നത്. നമ്മളുടെ ഓർഗനൈസേഷൻ്റെ കിച്ചണിൻ്റെ സാനിറ്റൈസേഷനും ഫുഡ് ഹാൻഡ്ലിങ്ങും വളരെ കൃത്യമായി മാനേജ്ഡ് ആയിരിക്കണം. സെപ്പറേറ്റ് ആയിട്ടുള്ള ഫുഡ് പ്രിപ്പറേഷൻ ഡെഡിക്കേറ്റഡ് ഏരിയ ഉണ്ടാവണം. ഫുഡ് സ്റ്റോറിങ്ങിന് കൃത്യമായി ഡെഡിക്കേറ്റഡ് ഏരിയ ഉണ്ടാവണം. ക്ലീനിങ് സപ്ലൈസ് വെക്കുന്നതിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ടാവണം. അതൊരിക്കലും ഫുഡ് മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുന്നതും ക്ലീനിങ് മെറ്റീരിയൽസ് കീപ്പ് ചെയ്യുന്നതും ഒരേ സ്ഥലത്തായിരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു ചൂടുള്ള ഭക്ഷണപദാർത്ഥങ്ങളും തണുത്ത ഭക്ഷണപദാർത്ഥങ്ങളും ഒരുമിച്ചൊറ്റ ട്രേയിലല്ല സപ്ലൈ ചെയ്യേണ്ടത്. സെപ്പറേറ്റ് ട്രേയ്സ്, ട്രോളീസ് നമുക്കതിന് അല്ലെങ്കിൽ അതിൻ്റെ കമ്പാർട്ട്മെൻറ്റൈസേഷൻ ഉണ്ടാവണം. നമ്മുടെ ഹോസ്പിറ്റലിൽ കൃത്യമായിട്ടും നിയമപരമായും ക്ലിനിക്കലിയും ഏറ്റവും ബെസ്റ്റ് ഹൈജീൻ കണ്ടീഷൻ പ്രാക്ടീസസ് ഉറപ്പ് വരുത്തേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമുക്കത് സ്റ്റോറേജിൻ്റെ കാര്യത്തിലായാലും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യത്തിലായാലും ഫുഡ് തറയിൽ വലിച്ചു വാരിയിട്ട് കുക്ക് ചെയ്യുന്നതിനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന കിച്ചൺസ് ഉണ്ട്. സോ നമ്മുടെ ഹോസ്പിറ്റലിലെ കിച്ചൺ ഒരിക്കലും അത്തരത്തിലായിരിക്കരുത്. നമ്മുടെ ഹോസ്പിറ്റലിലെ സ്വന്തം കിച്ചൺ ആണെങ്കിലും ഔട്ട്സോഴ്സ് കിച്ചൺ ആണെങ്കിലും. സോ ഇതൊരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് എലമെൻ്റ് ആണ്. IPC 4F നമ്മുടെ കിച്ചൺ, അതിൻ്റെ ഫുഡ് ഹാൻഡ്ലിങ്, നമ്മുടെ സപ്ലൈ കൊടുക്കുന്നത്, അതിപ്പോൾ റൂമിൽ കൊണ്ടെത്തിച്ചു കൊടുത്താലും നമ്മുടെ അടുത്തേക്ക് വന്ന് കഴിക്കുന്നതാണെങ്കിലും അവിടുത്തെ സപ്ലൈയും അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റും അവിടെ ശരിക്കും വേസ്റ്റും പ്രിപ്പയർഡ് ഫുഡും ക്രോസ് ട്രാഫിക് ഉണ്ടാകാതിരിക്കാൻ ഏറ്റവും ശ്രദ്ധയോടെ ആയിരിക്കണം. നമ്മുടെ ഈച്ചകളും പൂച്ചയൊക്കെ വന്ന് പറ്റാതിരിക്കുന്നതിനുള്ള പ്രിവെൻഷൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ഹോസ്പിറ്റൽ വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കമ്മിറ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവ് ലെവലാണ് IPC 4F. ദ ഓർഗനൈസേഷൻ അഡ്ഹിയർ ടു കിച്ചൺ സാനിറ്റേഷൻ ആൻഡ് ഫുഡ് ഹാൻഡ്ലിംഗ് ഇഷ്യൂസ്. അത് വളരെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിവെൻഷൻ ടീമിന്, കമ്മിറ്റിക്ക് പറ്റണം.